പഴയകാലം ആ മലയുടെ താഴ്വരയിൽ ദേവതയുടെ നിലം എന്ന് വിളിക്കപ്പെട്ടൊരു കാടുണ്ടായിരുന്നു. മനുഷ്യൻ കാൽ വെച്ചാൽ മിണ്ടാതാകുന്ന, മരങ്ങൾ പോലും ശ്വാസം മുട്ടുന്ന കാട് ആ കാട്ടിൻ നടുവിൽ നിലകൊണ്ടിരുന്നു. നൂറ്റാണ്ടുകളുടെ മൗനം നിറഞ്ഞൊരു ക്ഷേത്രം, ആരും കയറാൻ ഭയക്കുന്ന ദൈവത്തിന്റെ ആവാസം. അവിടെ വിളക്കുകൾ എപ്പോഴും കത്തിയിരുന്നു, കാറ്റിനു പോലും കെടുത്താൻ ഭയന്നിടം. അന്ന് ആ കാട്ടിലേക്കാണ് അർജുൻ കടന്നത്, ഒരു വനാധികാരി. പക്ഷെ അവന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു മറ്റൊരു തിരയൽ. ഇവിടെ ദൈവമുണ്ട് എന്ന് പറഞ്ഞ പഴയവന്റെ വാക്കുകൾ അവനെ അകത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. അവൻ കാടിനകത്ത് നടന്നു, എല്ലാം നിശബ്ദം. പെട്ടെന്ന് കാതിനരികിൽ കേട്ടു ഒരു ശബ്ദം, തിരിച്ചുപോകും. അവൻ നിശ്ചലനായി നിൽക്കുമ്പോൾ മണ്ണിൽ നിന്നു തിളങ്ങിയൊരു മുഖം, ദൈവത്തിന്റെ മുഖം. ആ രാത്രി ഗ്രാമം മുഴുവൻ തീയുടെ വലയമായി മാറി. തെയ്യാട്ടം തുടങ്ങി. മണിമുഴക്കത്തോടും ചണ്ടയുടെ ആർത്തനാദത്തോടും കൂടി ആരുടെയും കണ്ണുകളിൽ ഭക്തിയും ഭയവും ചേർന്ന പ്രകാശം. തീയുടെ നടുവിൽ നിന്ന് അവൻ കൂവിക്കൊണ്ട് പറഞ്ഞു, അർജുൻ. അവൻ തൊട്ടുനിന്ന തീ ഉയർന്നു, ആകാശം മുഴുവൻ വെളിച്ചമായി. അവന്റെ ശരീരത്തിൽ കടന്നുപോയി ആ ശക്തി. മനുഷ്യന്റെ രൂപത്തിലിരുന്ന ദേവൻ ഉണർന്നു. അവന്റെ കണ്ണുകൾ ചുവന്നതോടെ കാട് മുഴുവൻ നടുങ്ങി. മഴ പെയ്തു, മിന്നൽ വീണു. ദൈവം തിരിച്ചു വന്നു. ആ കാടിൽ ചെയ്ത പാപങ്ങൾ തീ കൊണ്ട് വിഴുങ്ങപ്പെട്ടു. യന്ത്രങ്ങൾ പൊട്ടി, തീ ഉയർന്നു. മനുഷ്യൻ തന്റെ പരിധി മറന്നതിന്റെ വില കൊടുത്തു. അവൻ നടക്കുന്നു, തീയിൽ കൂടി. അടുത്ത പ്രഭാതം കാട് വീണ്ടും ശ്വാസമെടുത്തു. കുളത്തിനരികിൽ കിടന്നു അർജുൻ. മുഖത്ത് സമാധാനം, പക്കൽ തെയ്യത്തിന്റെ മുഖം. അവൻ ഉറങ്ങുകയാണ്, ദൈവമുറങ്ങുന്നതുപോലെ. തുടർന്ന് കാറ്റ് വീശി. ക്ഷേത്രത്തിന്റെ കുമ്പിൽ കൊടിമരമുയർന്നു. ദൈവം പോയി, പക്ഷേ അതിൻ്റെ നാദം ഇപ്പോഴും ഈ കാട്ടിൽ മുഴങ്ങുന്നു. അതാണ് ആത്മനാദം.